അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വടക്കുംനാഥൻ്റെ ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ, ഈ ഒരു മതിലും ഇതൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ ചെന്ന് നിന്ന് നടന്നു വരണമൊക്കെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെയും അവിടെ ഒരു മരത്തിൻ്റെ അവിടെയുള്ള ആൾക്കാർ വീട് കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ എക്സസൈസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും ഇങ്ങനെ എടുക്കണം മാതിരി. അപ്പോൾ ആരെയും മുഖമൊന്നും പെടണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ എടുക്കുന്നത് കേട്ടോ. കാക്കകൾ രാവിലത്തെ എത്തിയവരുണ്ട് ഇനി. അപ്പോൾ ഗുഡ് മോർണിംഗ്, മേരി ക്രിസ്മസ്. രാവിലെ ആകുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വടക്കുംനാഥൻ്റെ ഗ്രൗണ്ടിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. ഈ ആൾക്കാരൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പൂപ്പന്മാരൊന്നും ആരും കാണാൻ പറ്റിയില്ല, നമ്മൾ തന്നെ അപ്പൂപ്പന്മാർ. അപ്പോൾ ഇന്ന് കണ്ട കുറച്ച് കാഴ്ചകൾ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെയുള്ള മരത്തിൻ്റെ ചോട്ടിലും മൽക്കാരിലൊക്കെ ഇരിക്കുമ്പോൾ ഈ ഒരു സൈഡിൽ മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് ഒരുപാട് കിളികൾക്കും പക്ഷികൾക്കും മനുഷ്യർക്കും ഒക്കെ അഭയം കൊടുക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. കാരണം മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഓരോ ഫാമിലീസും ഉണ്ട്. കുറേ സർക്കസിൻ്റെ ആൾക്കാരാണോ എന്തിനാണോന്നും അറിയില്ല. അപ്പോൾ അവിടെ അവർ രാവിലെ ആ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് അതൊന്ന് കിടന്ന് അവർ എഴുന്നേറ്റ് വരിക കേട്ടോ. അങ്ങനെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് ഒരു കുട്ടി എഴുന്നേറ്റ് വന്ന് നിന്നിട്ട് ആ കുട്ടി അതിൻ്റെ എന്താ പറയുക കുഞ്ഞു കപ്പിൽ വെള്ളമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കളിക്കുക. ചെറിയൊരു കൊച്ചിട്ടാണ്. എന്താ പറയുക, ഓപ്പൺ എയറിലാണ് ആ ബാല്യം നടക്കുന്നത്. എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ പ്രകൃതിയിലേക്ക് വരുന്നതാണ്. ഒരുപക്ഷെ തൃശ്ശൂർ സുരക്ഷയിൽ തന്നെ ആയിരിക്കട്ടെ. നമ്മൾ ഒരുപാട് ഇപ്പോൾ കേൾക്കുന്നൊരു കാര്യമാണ് കുട്ടികളുടെ സുരക്ഷയുടെ പ്രശ്നങ്ങളും അങ്ങനത്തെ ഇഷ്യൂസ്. നമ്മുടെ മനുഷ്യർക്ക് എന്താ പറയുക സേഫായിട്ട് പോകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, നിങ്ങളെൻ്റെ കയ്യിൽ നെയിൽ പോളിഷ് ഉണ്ടോ? ഇത് ഞാൻ എന്നെ സതീശേട്ടനെ കാണിച്ചു കൊടുത്തോ എങ്ങനെയുണ്ട് എൻ്റെ നെയിൽ പോളിഷൻ ഇത് കണ്ടോ കാണാനല്ലേ. അപ്പോൾ സതീശേട്ടൻ പറയാണ് മനസ്സിലായി. ഞാൻ എന്ത് മനസ്സിലായി, ഒരു സൈഡിൽ തന്നെ നെയിൽ പോളിഷിൻ്റെ കളറ് പോയില്ലേ. ഞാൻ പറഞ്ഞു ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് റെഡ് വൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു സൈഡിലത്തെ കളറ് പോയി എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ആക്ച്വലി ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കളറായിട്ട് ഇട്ടതാണ്. കണ്ടോ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തതെന്ന് പറയാം. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ലൈനൊക്കെ ഇട്ടിട്ട് ശരിയാക്കിയതാണ്. പക്ഷേ ഒറ്റയടിക്ക് നമ്മുടെ എല്ലാം പോയി കിട്ടി എന്ന് പറയില്ലേ, അതാണ്. അങ്ങനത്തെ ചില നിമിഷങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ലൈഫിൽ. പക്ഷേ അല്ലെങ്കിൽ കോമഡി ആയിട്ട് തോന്നുന്നൊരു കാര്യം. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്കുക. സോക്രട്ടീസ് മെത്തേഡ് എന്ന് പറയും. കുട്ടികളാണ് പഴയ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുക. ഇപ്പോഴത്തെ കാലഘട്ടത്തിലും കുട്ടികൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ പണ്ടത്തെ പാരൻസിൻ്റെ അത്ര ക്ഷമ ഇന്നത്തെ പാരൻസിൽ പുതിയ ജനറേഷനിൽ ഏറ്റവും പുതിയ ജനറേഷനിലെ അമ്മമാർക്ക് പിന്നെയുണ്ടെന്നാണ് ഞാൻ കണ്ടത്. ഇൻ ബിറ്റ്വീൻ ഉള്ള അമ്മമാർക്ക് ഭയങ്കര കുറവാണ്. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും, അതെന്താ അങ്ങനെ വന്നത്, ഇതെന്താ ഇങ്ങനെ. അപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ കുറേ പ്രാവുകളുണ്ട് കേട്ടോ. പ്രാവുകൾ ഇങ്ങനെ കൊത്തിപ്പറക്കി ഇങ്ങനെ നടക്കുന്നത് പുല്ലിൽ വടക്കുംനാഥൻ്റെ മുമ്പിൽ. അപ്പോൾ ഞങ്ങൾ എന്താണാവോ അവർ കൊത്തിപ്പറക്കണത്, കാരണം അരിയും മണിയൊന്നും അവിടെ കാണുന്നില്ല. എന്നാലും ഇങ്ങനെ കൊത്തി പറിക്കുക. അവരിങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്തൊക്കെയോ കിട്ടണ മാതിരിയാണ് അവരിങ്ങനെ കൊത്തി പറിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് അവർക്ക് ചുമ ഇനിയും മാറിയിട്ടില്ല, എന്നൊക്കെ കുറുകുറു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊത്തിപ്പറക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ചിലപ്പോൾ എന്തെങ്കിലും മുമ്പത്തെ ഭക്ഷണങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണങ്ങി പിടിച്ചിട്ടൊക്കെ ഇരിക്കണം, ചിലപ്പോൾ അതായിരിക്കും. ഇങ്ങനെ കൊത്തിപ്പറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്രമാത്രം അതിലുണ്ടോ എന്ന് തോന്നും. പുഴുവിനെയാണെന്ന് തോന്നിയില്ല, കാരണം മണ്ണിലേക്ക് എടുക്കുന്ന രീതി അതൊരു വേറെ ആയിട്ട് തോന്നി. എന്തായാലും അവരിങ്ങനെ അധ്വാനിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നും നമ്മളൊക്കെ ഭയങ്കര പെട്ടെന്ന് തന്നെ നിർത്തിപ്പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇന്നൊരു റൗണ്ട് ഇത്ര വേണമെന്നുള്ളതിനെ നമ്മളും അവരെ നോക്കിയിട്ട് പറഞ്ഞു നമുക്കും ഇത്ര റൗണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യണം. അവർ അധ്വാനിക്കുന്നുണ്ടില്ലേ എന്നുള്ള മട്ടിൽ. പിന്നെ ഒരു സൈഡിൽ നമ്മൾ പറയില്ലേ തികച്ചും ഈ വടക്കുംനാഥൻ്റെ ഇതിൽ സൂര്യൻ്റെ നട്ടെത്തി തുടങ്ങി. നേരത്തെ അവിടെ ആയിരുന്നു ഒരു 7 മണി കഴിഞ്ഞിട്ടുള്ള സമയമായി കഴിഞ്ഞാൽ പാറമേക്കാവുന്ന അവിടെ നിന്ന് നമുക്ക് വാദ്യങ്ങളുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങട്ടോ. സൂര്യൻ സൂര്യൻ ഉദിക്കുന്ന സമയമല്ല, മോളിലേക്ക് എത്തി നമ്മുടെ മുഖത്തേക്ക് വരുന്ന സമയം നമ്മൾ ഏകദേശം കണക്കാക്കിയൊക്കെ നമുക്ക് പറയാം ആ സമയം ഇത്രയായിട്ടോ എന്ന് വാച്ച് നോക്കാതെ തന്നെ നമ്മൾ പറയുക. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കാവും. അപ്പോൾ ഇന്നിങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഭയങ്കര സിഗരറ്റും വേണം. അപ്പോൾ നമുക്ക് കാറ്റില്ലേ പെട്ടെന്ന് ഒരുപാട് നേരം ഒന്ന് വലിക്കണ മാതിരിയുള്ളതാണ്. നോക്കുമ്പോൾ അവിടെ നേരത്തെ കണ്ട മരത്തിൻ്റെ ചുവട്ടിൽ കണ്ട ആ നാടോടി ഫാമിലി എന്നാണ് തോന്നുന്നത് അവർ. പിന്നെ കണ്ടൊരു കാഴ്ച അപ്പുറത്തെ ഒരു സൈഡിൽ ഒരു ചേട്ടൻ വന്ന് അത്രയും നേരം തൊട്ടിട്ട് ഭയങ്കര ഫോൺ വിളിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ബിസിയാണ്. അപ്പോൾ പല ആൾക്കാരും പാട്ട് കേട്ടിട്ട് നടന്നു പോകുന്നവരുണ്ട്, ചിലർ ഡെയിലി അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്ന
പക്ഷെ അവരൊക്കെ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൻ്റെ ഈ സൈഡിലുള്ളത് ഗ്രൗണ്ടും ഇവിടെ എന്താ പറയുക, ഈ എന്താ പറയുക, ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ നമുക്ക് മടുക്കാതെ ഒരു ഹാപ്പിനെസ് കിട്ടുക എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. എനിക്ക് നിറയെ ആൾക്കാർ വരുമ്പോഴൊന്നും ഇഷ്ടമല്ല. വളരെ കുറച്ച് ആൾക്കാരാകുമ്പോൾ ഇതിനിങ്ങനെ പോകണോ, എല്ലാവരും അവരവരുടെ ലോകത്തേക്ക് പോകണം. എല്ലാവർക്കും അറിയാം അവരുടെ ലോകത്തിൽ നടക്കുക. കാരണം നമ്മുടെ ഇടയിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും നിന്ന് ആൾക്കാർ വർത്താനം പറയാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ് പോകുമ്പോൾ ഓക്കെ, നമ്മൾ ആ ഫ്രഷായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇതിൽ തന്നെ ഇങ്ങനെ പോകണം. ഇന്നത്തെ ദിവസം രാവിലെ കണ്ട കുറച്ച് കാഴ്ചകളിലാണ് കേട്ടോ പറഞ്ഞത്. ഇന്ന് വേറെ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട്, പക്ഷെ കണ്ടപ്പോൾ ഇത്തിരി വിഷമം തോന്നിയൊരു കാര്യം, ഇവിടെ ഇഷ്ടംപോലെ ഡസ്റ്റ്ബിന്നും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഈ ഇഷ്ടംപോലെ കേക്കിൻ്റെ കവറും ടിഷ്യൂവും പേപ്പറും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. നമ്മളൊക്കെ നടക്കുന്ന സ്ഥലം നമ്മൾ തന്നെ സേഫായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇന്നത്തെ പകലിൽ ഇതാണ്. കാക്കകൾക്കൊന്നും ഈ പറഞ്ഞ പ്രാവുകൾക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ. എന്നാലും എന്തായിരിക്കും അവരിങ്ങനെ നിറയെ കുത്തി തിന്നുണ്ടാവുക, എന്തായിരിക്കും ഇങ്ങനെ കുറു എന്ന് പറയുന്നത് അവർക്ക് എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് നടക്കാം. പിന്നെ ഇന്നെന്താണോ പിങ്ക് പോലീസിൻ്റെ വണ്ടീനെ കണ്ടില്ല, പകുതി ഭാഗം അടച്ചു കെട്ടിയ കാരണം കൊണ്ടാവും. അപ്പുറത്ത് ഇത് നടക്കുന്നുണ്ട്, നമ്മളുടെ ഫെസ്റ്റ് നടക്കുന്നുണ്ട്, ഫ്ലവർ ഫെസ്റ്റിവൽ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഉണ്ടാവാതിരുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഈ വടക്കനാലിൻ്റെ മുമ്പ്. സീരിയസ്ലി ഞാൻ പറഞ്ഞില്ലേ, ഇത് പിന്നെ മണ്ണിലാന്ന് വെക്കാം, മറ്റേതാകുമ്പോൾ അങ്ങനെയല്ല. പിന്നെ ഈ മരത്തിൻ്റെ ചോട്ടിലേക്കൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കംപ്ലീറ്റ് ആളുകൾ വർത്താനം പറഞ്ഞ് വളരെ സെക്യൂർ സ്നേഹത്തിലിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ദൂരെ തലമുടിയൊക്കെ ചീന്തി കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്.